ആര്യന്മാർക്ക് ചേരാത്ത കാര്യങ്ങളാണ്, അകീർത്തികരമാണ്. അർജുന ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈതൽ തൈവപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്യഷ്ട പരന്തവ. ഈ വാസ്തവത്തിൽ അർജുനന് ഭയം അല്ലെങ്കിൽ സ്വജനാസക്തി കൊണ്ടാണ് പരിഭ്രമക്ക, അല്ലെങ്കിൽ അയാൾക്കൊരു വിഷമമില്ല. അയാൾ ഇവിടെ ഈ വരുമ്പോൾ യുദ്ധത്തിന് തയ്യാറായിട്ടാണല്ലോ വന്നത്. 12 കൊല്ലത്തെ വനവാസം, 1 കൊല്ലത്തെ അജ്ഞാതവാസം, അത് കഴിഞ്ഞ് ഗാന്ധീവം ശിവനിൽ നിന്ന് മേടിച്ചത്, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യം ഈ അധർമ്മികളായ ഇവരോട് യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ പ്രശ്നത്തിൽ അയാൾക്ക് ഭയം ഉണ്ടാവാൻ പറ്റില്ല. ഇപ്പോൾ പെട്ടെന്ന് വന്ന ഒരു വിഷമം ഭഗവാൻ പറഞ്ഞു, വരി പശ്യയിതാൻ കുരുനിധി, നിൻ്റെ ബന്ധുക്കളെ കാണുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അയാൾക്ക് വല്ലാത്ത വിഷമമായത്. കാരണം ബന്ധുക്കളെന്ന് ഈ മമത ഇതാണല്ലോ ഗീതയുടെ ഉദ്ദേശം, മമത, അല്ലെങ്കിൽ അത് കാരണം എന്താണ്, അഹന്ത, ഞാൻ ശരീരമാണ് വിളിക്കുന്നത്. അപ്പോഴാണ് ഈ വിഷമമൊക്കെ വന്നത്. അതുകൊണ്ട് നിനക്ക് എവിടുന്ന് അങ്ങനെ വരുന്നത്? ഇപ്പോൾ ഇതൊരു ശരിയായിട്ടുള്ള ദയൊന്നുമല്ല, സ്നേഹമൊന്നുമല്ല, അവനവൻ്റെ ആളാണെന്ന് പറഞ്ഞപ്പോഴാണ് നിനക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ, ഈ കശ്മലം വന്നത്. അതെന്താ വരാൻ കാരണം? അത് ശരിയല്ലല്ലോ. നീ കാരണം ശരണ്യമാണ്, ഞാൻ വിവരമുള്ളവനാണ്, ഇത് വരാൻ പാടില്ല. ഹൃദയ ദൗർബല്യം, ഹൃദയത്തിന് ദൗർബല്യത വരച്ചാൽ ഒരു കാര്യം ചെയ്യാനുള്ള ധൈര്യമില്ലാതിരിക്കുക. ധൈര്യമില്ലാതിരിക്കാൻ കാരണം എന്താണ്? ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനമില്ലാത്തപ്പോൾ അത് ധൈര്യം വരില്ലേ ഉള്ളൂ. ഞാൻ ശരിയാണ് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ധൈര്യത്തിന് പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഭഗവാൻ പറയണ്, വ്യക്തിത്വ പരന്തിവ, നീ എണ്ണീക്കപ്പെടുന്നത്. പരന്തപച്ച പരന്മാരെ എല്ലാവരും തപ്പിക്കുന്ന ആളാ നീ. നമുക്ക് നല്ല നിൻ്റെ കീഴിൽ നീ ജയിക്കുകയല്ലാണ്ട് തോൽക്കുക, അങ്ങനെ അർജുനന് വിജയി എന്ന പേരെന്നെ അല്ലേ. അപ്പം നീ എന്തിനാ അത്ര പരിഭ്രമിക്കുന്നത് എന്ന് അവിടെ പറയാണ്. പൊതുവായിട്ട് ഇവിടെ ഒരു പ്രധാനമുള്ളത്, സാധാരണ നമ്മുടെ ഈ മനഃശാസ്ത്രപരമായിട്ട് പറയാം, പുതിയ മനഃശാസ്ത്രക്കാർ പറയാം, പണ്ട് കാലത്തൊക്കെ ഒരു കാര്യം ചെയ്യണോ ചെയ്യണ്ടയോ എന്ന കാര്യം, അല്ലെങ്കിൽ അതിന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രചോദനം ഉണ്ടാവാനായിട്ട്, പാപം ചെയ്താൽ കേട്ടോ നരകം അനുഭവിക്കേണ്ടി വരും, പുണ്യം ചെയ്താൽ സ്വർഗത്ത് പോവാം. ഇങ്ങനെ ആളുകളെ പരിഭ്രമിച്ചിട്ട്, അല്ലെങ്കിൽ നല്ലത് ചെയ്യാൻ, ചീത്ത ചെയ്താൽ പാപം നരകത്ത് പോകേണ്ടി വരും, നല്ലത് ചെയ്താൽ സ്വർഗത്ത് പോവാം എന്ന് ഉള്ള ഒരു പ്രലോഭനം ഉണ്ടാക്കിയിട്ടാണ് അന്നൊക്കെ നല്ല കാര്യങ്ങളെ ആളുകൾ ചെയ്യിക്കുന്നതും ചീത്ത കാര്യങ്ങൾ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചതും. ഇതാണ് അന്നത്തെ സമ്പ്രദായം. ആദ്യമൊക്കെ ജനങ്ങളത് സ്വീകരിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് വിഷമം, നരകവും സ്വർഗമൊക്കെ മരിച്ചിട്ട് ശേഷമല്ലേ, ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ, ഇവിടുത്തെ കാര്യം നോക്കുക, നമുക്ക് പിന്നെ ആവാമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ഈ നരകത്തിനെയും സ്വർഗത്തിനെയൊന്നും പരിഭ്രമമില്ലാണ്ട് വേണ്ടെങ്കിൽ ചീത്ത ചെയ്യാൻ തുടങ്ങി ആൾക്ക്. കാരണം തനിക്ക് ലാഭമാച്ചാൽ നരകം അതുണ്ടല്ലോ, തൽക്കാലം ജീവിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ സമുദായത്തിൽ വലിയ വിഷമമായി. പിന്നെ എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ മഹാത്മാക്കളായാലും പറഞ്ഞു, ഇങ്ങനെയല്ല, നരകവും സ്വർഗമില്ലെങ്കിലും ഇവിടെ തന്നെ അതിനുണ്ടാവും എന്ന് പറഞ്ഞു. കാരണം തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും, അടി കിട്ടും, ജയിലിൽ കൊണ്ടിടും. നല്ലത് ചെയ്താൽ അവാർഡ് കിട്ടും, ഞങ്ങൾക്ക് ബഹുമാനമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മറ്റേതിനേക്കാട്ടിലും ഭേദമാണല്ലോ. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണല്ലോ. അപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അടി കിട്ടും വെച്ചാൽ പേടിയുണ്ടല്ലോ. നമ്മൾ പല ആളുകളും വാസ്തവത്തിൽ ഈ തെറ്റ് ചെയ്യാൻ പേടിച്ചത് അതിന് ശിക്ഷ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ്. അധികം ആളും അങ്ങനെയല്ല, ഒരു വിഭാഗം. ഇപ്പം നമ്മൾ കക്കാത്തത് കട്ടാ ജയിലിൽ പോകുന്നു വിചാരിച്ചിട്ടല്ല, കക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. നമുക്കൊരു ഭാവനയുണ്ട്, കക്കുക, ചീത്ത പറയാം, അതൊന്നും ഒരു നല്ല ആൾക്ക് നല്ലതല്ല എന്ന് ഭൂരിഭാഗം അങ്ങനെയാണ്. പക്ഷേ ഒരു നല്ല വിഭാഗം ആൾ പേടിച്ചിട്ട് ചെയ്യണവരുണ്ട്. അപ്പോൾ ആ പേടിച്ച് ചെയ്യുന്ന ആളുകളെ അങ്ങനെ ഒരു സന്ദർഭം വന്നു, അവിടെയും അവസാനിച്ചു. കാരണം ഇപ്പോൾ ജയിലിൽ പോകാനും പേടിയില്ലെന്നുണ്ട്. മാത്രമല്ല, അപ്പോൾ ജയിലിൽ പോയാൽ മന്ത്രിയാവാമെന്നാണ് അപ്പോൾ കഥാപാത്രമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭ്രമയില്ല ജയിലിൽ പോകാനൊന്നും. പിന്നെ വലുത് കിട്ടിയാൽ കിട്ടട്ടെ. അങ്ങനെയായിട്ടും സമുദായത്തിൽ ഈ നല്ല കാര്യങ്ങൾ നിലനിൽക്കാൻ വിഷമം ആയി വന്നു. അപ്പം ഇന്നത്തെ പുതിയ മോഡേൺ ആയിട്ടുള്ള ആളുകൾ പറയുന്നത്, ഇത് മൂന്നാമത്തെ സന്ദർഭം ഇപ്പോഴത്തെ അവിടെ നിൽക്കുന്നത്, നമ്മുടെ സൈക്കോളജി പറയുന്നത്, നിങ്ങളുടെ അഭിമാനത്തെ പറ്റി പറഞ്ഞിട്ടില്ല. നോക്കൂ, ഒരാൾ കളവ് അല്ലെങ്കിൽ ചീത്തത്തരം പറഞ്ഞു, അയ്യയ്യേ നിങ്ങൾ ഇത്ര നല്ലൊരാൾ, നിങ്ങളൊരു മഹാത്മാ, നല്ല മനുഷ്യനല്ലേ, നിങ്ങളിങ്ങനെ പറയേ, ഇത് വളരെ മോശമാണേ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ആത്മാഭിമാനം ഉണ്ടോ? ശരിയാണ്. എത്ര ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു, അത് സാരമില്ല. നിങ്ങളെപ്പോലെ ഒരു നല്ലൊരാൾ ഈ മാതിരി ചീത്ത വാക്കൊക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ മാതിരി ചീത്ത പ്രവൃത്തി ചെയ്യുക, ഇത് ശരിയാണോ? ഇത് പറയുമ്പോൾ നമുക്കൊരു ഭയമുണ്ട്.
നമ്മുടെ ആത്മാഭിമാനത്തിന്. ഈ ആത്മാഭിമാനത്തിനെ ആസ്വദിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ മനഃശാസ്ത്രം എന്നാണ് പറയണത്. എന്തിനത് പറയാൻ കാരണം വെച്ചാൽ ഇവിടെ തമാശ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യം ആണ് ഗീതയെ പറയണത്. ഇവിടെ ഇപ്പോൾ പുതിയ മനഃശാസ്ത്രം എന്ന് അവർ പറയുന്നത് ഗീത എന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഭഗവാൻ പറഞ്ഞു, നോക്കൂ നിങ്ങളൊന്ന് എന്താന്ന് പറയുന്നത്, കുതസ്ത്വ കഷ്ടനും വിഷമം അനാര്യജുഷ്ടം സ്വർഗ്യം അകീർത്തികരം അർജുന നണക്ക് തൊയി ന ഉപപദ്യത. ഇത് നണക്ക് ചേർന്നതല്ല എന്ന് അർജുനനോട് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണല്ലോ, നണക്ക് ചേർന്നതല്ല വെച്ചാൽ നന്നെ പോലുള്ള ഒരു വിജയനാൾക്ക്, അതായത് ആത്മാഭിമാനത്തെ തൊട്ടിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് അല്ലാണ്ട് സ്വർഗം കിട്ടുന്നോ അല്ലെങ്കിൽ നരകം കിട്ടുന്നോ ശിക്ഷ ഉണ്ടാവുന്നോ അല്ല പറഞ്ഞു. അർജുന, നിന്നെ പോലെയുള്ള ഒരു മഹാത്മാവിന്, ഒരു വീരന്, അത് വീരന് ഇത് നന്നായില്ല, ഇത് മോശമാണ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്ന് ഏറ്റവും വലിയ സൈക്കോളജി ഗെയിമാണെന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പ് 3000-4000 കൊല്ലം മുമ്പ് ഭഗവാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ എന്നോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതിയ ഇതിൽ ശാസ്ത്രത്തിൽ കണ്ടുപിടിച്ചിട്ട് പറയുമ്പോൾ ചിരി വരാറുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ വന്നിരിക്കും. എന്നിട്ട് ഇത് കേട്ടപ്പോൾ അർജുനന് മനസ്സിലായി, താൻ ഇതുവരെ പറഞ്ഞ വാദമുഖങ്ങളൊന്നും ഭഗവാൻ സ്വീകരിച്ചിട്ടില്ല, ഭഗവാൻ സമ്മതമല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് എന്തുകൊണ്ടിപ്പോൾ അപ്പോൾ മൂപ്പരൊന്നും ഒരു പ്ലേറ്റ് മാറ്റുകയാണ് പുതിയതിന്. ഭഗവാനെ, ഞാൻ ഇവരൊക്കെ ബന്ധുക്കളാണെന്നുള്ളത് വെച്ചിട്ടല്ല ഞാനവരെ കൊല്ലാത്തത്. അർജുനൻ പറയാണ്, കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിചോത്സാമി പൂജാർഹ അരിസൂദന. ഹേ ഭഗവാനെ, ഇവർ പൂജാർഹന്മാരാണ്. ഭീഷ്മര് ദ്രോണരെന്നൊക്കെ പറഞ്ഞാൽ എത്ര മഹാത്മാക്കളാണ്. അവരെ ഞാൻ എങ്ങനെ യുദ്ധത്തിൽ കൊല്ലുക? അപ്പോൾ സാധാരണ ശത്രുക്കളാണെങ്കിൽ കൊല്ലാമായിരുന്നു. ഇവരങ്ങനെയല്ല, വളരെ മഹാത്മാക്കളായിട്ട് ആളുകൾ, അവർക്ക് അറിയില്ലേ ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അവരെ ഞാൻ എങ്ങനെ ഇഷുഭി ഈ അമ്പ് കൊണ്ട് പ്രതിയോത്സാമി പൂജാർഹ, ഇവരൊക്കെ പൂജയാണ് അർഹിക്കുന്നത്, അല്ലാണ്ട് അവരെ കൊല്ലലല്ല വേണ്ടത് എന്ന് പറയണം. നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് ഈ ആലോചിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഈ ഭീഷ്മർക്കും ദ്രോണർക്കും അറിയില്ലേ? അവർ പൂജാർഹന്മാരാണ്, പിന്നെ അവരെന്തിനാണ് യുദ്ധത്തിന് വന്നിരിക്കുന്നത്? അപ്പോൾ അവർക്ക് ഈ കാരണം അവർ മഹാത്മാക്കളാണ്, അവർക്കറിയാം ഈശ്വരൻ്റെ സങ്കല്പം ഇവിടെ നടക്കൂ എന്നറിയാം. ഭീഷ്മരൊക്കെ ശ്രീകൃഷ്ണൻ കഴിഞ്ഞാൽ അത്ര മഹാത്മാവാണ് ഭീഷ്മർ, നിശ്ചയുണ്ട്. മാത്രമല്ല പാണ്ഡവരെ ജയിക്കുമെന്നും ഭീഷ്മർക്കറിയാം, സംശയമില്ലാട്ടെ. എന്നിട്ടും തൻ്റെ കർമ്മം ചെയ്യാം അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെ ചെയ്യുന്നു എന്നല്ലാണ്ട് പ്രാരബ്ധ കർമ്മം എന്തെങ്കിലും ഭീഷ്മർക്ക് പ്രാരബ്ധ കർമ്മമൊന്നുമില്ല എന്നാലും അങ്ങനെ നമ്മൾ വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് അതാണ് സാധിക്കാത്തതാണ് എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. പിന്നെ ഗുരുവിനെ പിന്നെ അദ്ദേഹം അതിന് തന്നെ അടുത്ത ശ്ലോകത്തിലും ഈ ഗുരുക്കന്മാരെ ഹത്തിട്ട് അവർ കൊന്നിട്ട് അവർ ചോര പുരണ്ട സാധനം കൊണ്ട് കെട്ടിയിട്ട് നമുക്ക് എന്തൊരാവശ്യമാണുള്ളത്? ഇത് വയ്യ എനിക്ക് ഇതിൽ ഞാൻ അവർ പിന്നെ അടുത്ത ചോദ്യത്തിൽ ഒരു ഇയാളുടെ ആ പരിഭ്രമം കാരണം, എന്തുകൊണ്ട് പരിഭ്രമം? തൻ്റെ ആളുകളാന്ന് കാണുമ്പോഴേ ഈ പരിഭ്രമമൊക്കെ ചോദിക്കുകയാണ്, അവർ ജയിക്കുന്നതോ നല്ലത് അതോ നമ്മൾ ജയിക്കുന്നതോ നല്ലത്? ഇങ്ങനെ ഒരാൾ യുദ്ധത്തിന് ചോദിക്കാറുണ്ടോ? യഥാർത്ഥത്തിൽ ഇവിടെ ചോദ്യം അവർ ജയിക്കുക ഭേദം അതോ നമ്മൾ ജയിക്കുക ഭേദം? എനിക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ വേഗത്തിൽ പോവുകയാണ്. കുറച്ച് ഞാൻ ഇപ്പോഴും ഒരു ഉറപ്പായിട്ടില്ല. അടുത്ത ശ്ലോകം പ്രധാനമാണ്. കാർപ്പണ്യദോഷോഭവ സ്വഭാവാൽ പൃച്ഛാമിത്വം ധർമ്മസമ്മൂഢചേത യശ്രേയ സ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ചാധിമാം പ്രപന്നം.